മുഖ്യമന്ത്രി വി.ഡി. സതീശനെ സമൂഹ മാധ്യമത്തിലൂടെ അപകീർത്തിപ്പെടുത്തിയതിനെതിരെ വീണ്ടും കേസ്. CPIM സൈബർ പോരാളികൾ എന്ന ഫേസ്ബുക്ക് പേജിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് തൃശൂർ തെക്കങ്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ നൽകിയ പരാതിയിന്മേലാണ് നടപടി. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തിയതിനാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. വിവരങ്ങൾ എങ്ങനെയാണ്? ആറ്റിങ്ങലിലെ സ്കൂളിലെ പ്രിൻസിപ്പൽ നടപടി സമാന രീതിയിൽ മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പോസ്റ്റിട്ട കാര്യത്തിൽ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ തൃശ്ശൂരിലും സമാന രീതിയിൽ മറ്റൊരു പരാതിയിന്മേൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. CPIM സൈബർ പോരാളികൾ എന്ന ഫേസ്ബുക്ക് പേജിനെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഈ ഫേസ്ബുക്ക് പേജിൽ കഴിഞ്ഞ 25-നാണ് ഇത്തരത്തിൽ V.D. സതീശന്റെ ഒരു പോസ്റ്റ്, അതായത് മതനിരപേക്ഷ ഉയർത്തിപ്പിടിച്ചു, അതാണ് ഈ വിജയത്തിന്റെ കാരണമെന്ന തലക്കെട്ടോടുകൂടി കാക്കി ട്രൗസർ ഇട്ട് നിൽക്കുന്ന താടി നീട്ടി വളർത്തിയ തരത്തിലുള്ള ഒരു ഫോട്ടോ, അതായത് പടം മുഖ്യമന്ത്രി V.D. സതീശന്റെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ DGPക്ക് പരാതി നൽകിയിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് തൃശൂർ തെക്കങ്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിലാണ് പരാതി നൽകിയത്. ഈ അനീഷ് ഇന്ന് തൃശൂർ സിറ്റി സൈബർ പോലീസ് സ്റ്റേഷനിൽ ഉച്ചയോടെ എത്തി നേരിട്ടും പരാതി ബോധിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് തൃശൂർ സിറ്റി സൈബർ പോലീസ് വിവിധ വകുപ്പുകൾ ചുമത്തി കേരള പോലീസ് ആക്ടും അതുപോലെ തന്നെ BNS ആക്ടും ഉൾപ്പെടെ ചുമത്തി ഈ ഫേസ്ബുക്ക് പേജിനെതിരെ കേസെടുത്തിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്ത് നിയമ നടപടികൾ തുടരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതേസമയം തിരുവനന്തപുരത്തെ പ്രധാന അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത പ്രിൻസിപ്പാളിനെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കാൻ മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ നിർദ്ദേശം നൽകിയെന്നുള്ള ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ കാര്യത്തിലും അത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, കേസ് എടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തൃശൂർ സിറ്റി സൈബർ ക്രൈം പോലീസിന്റെ തീരുമാനം. അരുണിമ. ശരി, വ്യക്തമാണ്. മുഖ്യമന്ത്രി V.D. സതീശനെ സമൂഹ മാധ്യമത്തിലൂടെ അപകീർത്തിപ്പെടുത്താനാണ് കേസെടുത്തിരിക്കുന്നത്. CPIM സൈബർ പോരാളികൾ എന്ന ഫേസ്ബുക്ക് പേജിനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്.